ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഓറഞ്ച് പോസറ്റ്. വീട്ടിൽ ഓറഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഓറഞ്ച് പോസറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സിട്രസും എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ നേരെ ഹാഫായിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ച് ഈ തൊലിയിൽ നിന്ന് സെപ്പറേറ്റ് ഇതിൻ്റെ പൾപ്പ് മാത്രമാക്കിയിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഈ ഓറഞ്ചിൻ്റെ പൾപ്പ് മാത്രം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു തൊലിയില്ലേ, ഈ ഒരു കപ്പ് പോലെയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നമുക്കിനി ഇതിലേക്ക് തന്നെ പുഡിങ് സെർവ് ചെയ്ത് വെക്കട്ടെ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ നീര് മാത്രം, അതായത് ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്നിക്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരിച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കുരു കളയണേട്ടോ, അല്ലെങ്കിൽ കയപ്പ് വരും. ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുത്താലും മതി. അങ്ങനെ ഇതാ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിങ് റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 400-450 ml ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം നിർബന്ധമായിട്ടും എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗം മാത്രം, വൈറ്റ് പാർട്ട് പെടാതെ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ട്. അത് നിങ്ങളുടെ ഓറഞ്ചിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതിയേ. ഇനിയിപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം നല്ലപോലെ ലൂസാകും കേട്ടോ, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാകുന്ന സമയം കൊണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ മെൽട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസില്ലേ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക കേട്ടോ ഇനി വേണ്ടുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ലൂസായിട്ടല്ലേ. ഇനി ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ നേരെ പകുതിയോളം ആകുമ്പോഴത്തേക്കും ഒന്ന് ഈ ഒരു നമ്മുടെ മിക്സ് ഒന്ന് കുറുകി വരും, തിക്കായിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വേണം കേട്ടോ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഓവർ ഹൈ വെക്കേണ്ട, പതച്ച് മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടയ്ക്കൊന്ന് കൺട്രോൾ ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതിയേ. അങ്ങനെ ഇതാ നമ്മുടെ ഏകദേശം മിക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കളറും ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം ഒന്ന് കുറുകിയിട്ട് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് സ്പൂൺ കൊണ്ട് കോരുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആവും. ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഓവറായിട്ട് കുറുകി ഭയങ്കരമായിട്ട് തിക്കാക്കി എടുക്കുകയും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ മതിയേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കണം, കാരണം നമ്മളതിൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടില്ലേ, അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്നുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ കപ്പില്ലേ, ആ ഒരു തൊലി, അതിലേക്ക് തന്നെയാണ് ഞാൻ ഇതുപോലെ ഓരോ കപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഓരോ കപ്പിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് താഴെ വെക്കാം. എന്നിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ പുഡിങ്ങൊക്കെ തണുപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. തണുത്തിട്ട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ അപ്പോഴത്തേക്കൊന്ന് സെറ്റായിട്ടും കിട്ടിക്കോളും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പുഡിങ് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷനും കൂടിയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജലാറ്റിൻ ചൈന ഗ്രാസ് അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എന്താ പറയുക, അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കെങ്ങനെ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ടാങ്ക് പൊടിയില്ല, ടാങ്ക് പൊടി നമ്മൾ പാൽപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവില്ല, ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവില്ലേ, ആ ഒരു സെയിം ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പാർട്ടിയിലൊക്കെ വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടമാകുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.